Properties of matrix transformation. ഈ തിയറം പറയുന്നത് TA of 0 equal to 0 ആയിരിക്കും. TA എന്ന് പറഞ്ഞ ഒരു ട്രാൻസ്ഫർമേഷൻ A എന്നുള്ള മെട്രിക്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ആ ട്രാൻസ്ഫർമേഷൻ, മെട്രിക്സ് ട്രാൻസ്ഫർമേഷൻ TA of 0 equal to 0 ആയിരിക്കും. അതുപോലെ അവർ പറയുന്നത് TA of K into ഒരു വെക്റ്റർ U x എഴുതാം നമുക്ക് ഈക്വൽ ടു K into TA of U ആയിരിക്കും. ഇവിടെ U എന്ന് എഴുതിയിരിക്കുന്നത് നമുക്ക് x എന്ന് എഴുതാം കേട്ടോ. ഇനി അടുത്ത U എന്ന് പറഞ്ഞ വെക്ടർ, U എന്ന് പറഞ്ഞാൽ എങ്ങനത്തെ വെക്ടറാ? U is equal to x1 x2 x3 എന്നുള്ള ആ ടൈപ്പുള്ള ഒരു വെക്ടർ. TA of K is equal to K into TA of U. നെക്സ്റ്റ് TA of U plus V equal to TA of U plus TA of V. And last one, TA of U minus V equal to TA of U minus TA of V. ഇത്രയുമാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ജസ്റ്റ് ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എടുക്കാം, ഒരു മെട്രിക്സ് ട്രാൻസ്ഫോർമേഷൻ എടുക്കാം. TA ഫ്രം R raised to N എന്ന് R raised to M ക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, അപ്പോൾ ടി എൻ്റെ ഫോർമാറ്റ് TA of x1 x2 etc xn എന്നാൽ ഈക്വൽ ടു, ഇവിടെ എത്ര റോസ് ഉണ്ട്? 1 2 3 എക്സെട്ര n റോസ് ഉണ്ട്. ഈ മെട്രിക്സ് m by n ആവണം. അപ്പോൾ നമുക്ക് ഇതിനെ A11 A12 A13 എക്സെട്ര A1n A21 A22 A23 എക്സെട്ര A2n എക്സെട്ര AM1 AM2 AM3 etc AMN into x1 x2 etc xn എന്ന് എഴുതി വെക്കാം. ഇതാണ് ഇപ്പൊ നിലവിൽ നമ്മളെ TA എന്നാൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അങ്ങനെയെങ്കിൽ TA of 0 എന്തായിരിക്കും വരിക? ഒന്നാമത്തെ പ്രൂഫ് ആട്ടോ. TA of 0 എന്നാൽ TA of 0 എന്ന് ഉദ്ദേശിക്കുന്നത് 0 0 0 എക്സെട്ര 0 ഈക്വൽ ടു, അപ്പൊ TA of 0 0 0 എന്ന് പറയുമ്പോൾ ഇവിടെ 0 0 0 0 എന്നാവൂലേ? അപ്പൊ A11 into 0 plus A12 into 0 plus ഇത് ശരിക്കും സംഭവിക്കുക 0 plus A12 into 0 0 plus എക്സെട്ര plus 0 0 plus 0 plus എക്സെട്ര plus 0 എക്സെട്ര 0 plus 0 ഈക്വൽ ടു 0 0 0 0 എന്നാവൂലേ? അപ്പൊ എന്തായി മാറി? TA of 0 ഈക്വൽ ടു 0 എന്ന് കിട്ടിയില്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 0. 0 എന്ന് പറഞ്ഞാൽ 0 0 കോളം വെക്ടർ. ഓക്കെ, TA of 0 ഈക്വൽ ടു 0 എന്ന് കിട്ടി. അപ്പോൾ ആ പ്രൂഫിലെ ഒന്നാമത്തെ ആയിട്ടുണ്ട് TA of 0 ഈക്വൽ ടു 0. ഇനി അടുത്തത് എന്തായിരിക്കും? TA of K into U. K എന്നാൽ ഒരു കോൺസ്റ്റന്റ് വെക്ടർ. TA of K into U എന്ന് പറയുമ്പോൾ TA of K into, ഇപ്പൊ U എന്നുള്ള വെക്ടർ ഇങ്ങനെ വെച്ചോ, U ഈക്വൽ ടു U ഈക്വൽ ടു x1 x2 എക്സെട്ര xn ആണെന്ന് വിചാരിക്ക്. അപ്പൊ KU എന്തായിരിക്കും വരിക? KU ഈക്വൽ ടു KU1 KU2 എക്സെട്ര KUN ആയിരിക്കും ഉണ്ടാവുക ആണല്ലോ. സോറി, KX1 KX2 എക്സെട്ര KXN ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും TA of KU എന്ന് പറയുമ്പോൾ? അങ്ങനെയാണെങ്കിൽ TA of KU എന്നാൽ TA of KX1 KX2 എക്സെട്ര KXN ആയിരിക്കും ഉണ്ടാവുക ആണല്ലോ. അപ്പൊ TA of KX1 KX2 KXN എന്ന് പറയുമ്പോൾ KX1 KX2 എക്സെട്ര KXN ആവുമ്പോൾ ഇവിടെ അതേപോലെ KX1 KX2 എക്സെട്ര KXN ഉണ്ടാവും. ഞങ്ങൾക്ക് ഇവിടെ ഒരു K അധികം ചേർക്കുന്നുണ്ട്. അപ്പോ TA of KX1 KX2 എക്സെട്ര KXN ആവുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുക? ഇവിടെ മാറ്റം വരുത്തുന്നുണ്ടേ.
Therefore എന്തായി മാറും? TA of KU, T of KU എന്ന് പറഞ്ഞാൽ T of KX1, KX2, etc. KXN equal to ഇവിടെ എന്തായി മാറും? KX1, KX2, etc. KXN ആയി മാറും. ശരിയല്ലേ? That is equal to നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് Kനെ പുറത്തെടുത്തൂടെ? അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്തോളൂ. That is equal to A11 into KX1 plus A12 into KX2 plus etc. A1n into KXN. ശരിക്കും ഇവിടുന്ന് Kനെ പുറത്തെടുത്താൽ മതി കേട്ടോ. K പുറത്ത് എടുക്കുക, ആ Kനെ ഇങ്ങനെ എടുത്താലൊക്കെ മതി. നെക്സ്റ്റ് A21 into KX1 plus A22 into KX2 plus etc. A2n into KXN etc. AM1 into KX1 plus AM2 into KX2 plus etc. AMN into KXN ആവും. ശരിയല്ലേ? ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതിന്റെ ഓർഡർ m/n ആണ്, ഇതിന്റെ ഓർഡർ n/1 ആണ്. അപ്പൊ m/1 m റോസും ഒറ്റ കോളമുള്ള ഈ മെട്രിക്സ് കിട്ടും. That is equal to ഇതിനെങ്ങനെ എഴുതാ അറിയോ? That is equal to ഇവിടെ എല്ലാത്തിലും ഒരു K കോമൺ ആണ്. ഇവിടുന്നും ഒരു K പുറത്തെടുത്തു, ഇവിടുന്നും ഒരു K പുറത്തെടുത്തു. ഇവിടുന്ന് K പുറത്തെടുക്കല്ല, ഇവിടുന്ന് ഇതിനെങ്ങനെയാക്കി മാറ്റാം? That is equal to K into A11 x1 plus A12 x2 plus etc. A1n xn അതേപോലെ K into A21 x1 plus A22 x2 plus etc. A2n xn etc. K into AM1 x1 plus AM2 x2 plus etc. AMN xn അങ്ങനെ ആക്കി മാറ്റാം. ഇതിപ്പോ ഒറ്റ കോളേ ഉള്ളൂ കേട്ടോ. ഇവിടെ പ്ലസ് ആക്കി കുറെ എഴുതിയിട്ടുണ്ടെങ്കിലും ഒരൊറ്റ കോളാണ് ഇപ്പൊ ഇത്. കണ്ടോ? ഇവിടെ ഒന്നിൽ കൂടുതൽ കോളംസ് ഇല്ല. ഇതൊക്കെ ഇവിടെ ഒറ്റ എലമെന്റാ, ഒറ്റ കോളം. ഈ കോളത്തിൽ നിന്ന് K ഔട്ട് സൈഡ് എടുത്താൽ എന്തായിരിക്കും ഉണ്ടാവുക? K into ബാക്കി A11 x1 plus A12 x2 plus etc. A1 xn തുടങ്ങിയിട്ട് ലാസ്റ്റ് AM1 x1 plus AM2 x2 plus etc. AMN xn ഉണ്ടാവും. That is equal to ഇതിനെങ്ങനെയൊക്കെ മാറ്റാൻ അറിയോ? That is equal to K into ഇത് പറഞ്ഞാൽ ശരിക്കും ഉദ്ദേശിക്കുന്നത് ആ മെട്രിക്സ് A11 A12 etc. A1n A21 A22 etc. A2n etc. AM1 AM2 etc. AMN into x1 x2 etc. x എന്ന് എഴുതാം. That is equal to K into TA of U. K into TA of U. ഇവിടുന്ന് മനസ്സിലായത് TA of KU is equal to K into TA of U. ഒന്നില്ലെങ്കിൽ പ്രൂഫ് ഇങ്ങനെ എഴുതിക്കോളി. ഇത്രയൊന്നും വളച്ചു കെട്ടി പറയേണ്ട ഒരു ആവശ്യം ഇല്ല ഈ പ്രൂഫിൽ. എന്ത് മാത്രം കാണിച്ചാൽ മതി? നോക്കൂ, TA of KU എന്നാൽ TA of KU എന്നാൽ ഇങ്ങനെ എഴുതിക്കൂടെ? ഇതേ ഇൻറ്റു ഇത് എഴുതിക്കൂടെ? ഇവിടെ K കോമൺ അല്ലേ? ആ Kനെ വേണമെങ്കിൽ ഇങ്ങോട്ട് എഴുതിക്കൂടെ? അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ ആ Kനെ മാത്രം ഇങ്ങോട്ട് എഴുതുക. ഇവിടെ K എഴുതുമ്പോൾ ഇവിടെ ബാക്കി x1 x2 etc. ഉണ്ടാവും. ആ Kനെ ഇവിടെ കൊണ്ടുപോയി എഴുതുക. അപ്പോ TA of ഇത് is equal to KX1 etc. KXN is equal to K into A1 A2 etc. AN into x1 x2 etc. xn ആവും. Therefore TA of KU is equal to K into ഇത് AX TA of x അങ്ങനെ എഴുതിക്കൂടെ? അങ്ങനെയാണെങ്കിൽ അടുത്ത് നോക്കൂ,
ഇതാണ് നമ്മളെ ടി എ ഓഫ് x1 x2 എക്സെട്ര xn. നമ്മളിപ്പോ KU ഇവിടെ k ചേർത്താൽ അപ്പൊ ടി എ ഓഫ് യു എന്നാവും, സോറി ടി എ ഓഫ് KU എന്നാവും. ടി യു ഓഫ് KU ആവുമ്പോൾ ആ k ഒക്കെ ഇവിടെ ഉണ്ടാവും, ആ k ഇങ്ങോട്ട് എടുത്തു, ആ k ഇങ്ങോട്ട് എടുത്താൽ k ഇൻറ്റു ബാക്കി ഇതുണ്ടാവും. ഇത് പറഞ്ഞാൽ ടി എ ഓഫ് യു. അപ്പൊ ടി എ ഓഫ് KU is equal to k ഇൻറ്റു ടി എ ഓഫ് യു എന്ന് എഴുതാം. അതുപോലെ നമുക്ക് ഇത് എഴുതാൻ പറ്റുമോ? ടി എ ഓഫ് യു പ്ലസ് വി ഈക്വൽ ടു ടി എ ഓഫ് യു പ്ലസ് ടി എ ഓഫ് വി എന്ന് എഴുതാൻ പറ്റുമോ? അങ്ങനെ എഴുതണമെങ്കിൽ ഞാൻ യു ആയിട്ട് ആരെടുക്കാൻ പോവാറ്? യു is equal to x1 x2 എക്സെട്ര xn എടുക്കാൻ പോവുകയാണ്. അതേപോലെ വി ആയിട്ട് ഞാൻ y1 y2 എക്സെട്ര yn എടുക്കാൻ പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും യു പ്ലസ് വി? യു പ്ലസ് വി is equal to x1 plus y1 x2 plus y2 എക്സെട്ര xn plus yn എന്നാവും. അറിയാലോ? അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ടി എ ഓഫ്? നിങ്ങൾ എഴുതി വെക്കണം. എന്തായിരിക്കും ടി എ ഓഫ് യു പ്ലസ് വി എന്നാൽ ദാറ്റ് ഇസ് ഈക്വൽ ടു ടി എ. ഈ സ്റ്റെപ്പ് ആദ്യം എഴുതി വെക്കണം. താഴെ എഴുതുക ടി എ ഓഫ് യു പ്ലസ് വി ഈക്വൽ ടു ടി എ ഓഫ് യു പ്ലസ് വി ആരാ നമുക്ക് കിട്ടിയിട്ടുണ്ട്? x1 പ്ലസ് y1 x2 പ്ലസ് y2 എക്സെട്ര xn പ്ലസ് yn. ദാറ്റ് ഇസ് ഈക്വൽ ടു ടി എ ഓഫ് ഇത് പറഞ്ഞ ഇതാണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു ആ മെട്രിക്സ് ഇൻറ്റു x1 പ്ലസ് y1 x2 പ്ലസ് y2 എക്സെട്ര xn പ്ലസ് yn ആവും. അഥവാ ഇത് എ എന്നുള്ള മെട്രിക്സ് ആട്ടോ. എ ഇൻറ്റു ഈ മെട്രിക്സിനെ രണ്ടെണ്ണാക്കി മാറ്റാം. ഈക്വൽ ടു x1 x2 എക്സെട്ര xn പ്ലസ് y1 y2 എക്സെട്ര yn ആക്കി മാറ്റാം. ദാറ്റ് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ഇത് എന്ന് പറഞ്ഞാൽ യു അല്ലേ, യു പ്ലസ് ബി. നമുക്കറിയാം രണ്ട് മെട്രിക് എ ഇൻറ്റു ബി പ്ലസ് സി എന്ന് വന്നാൽ ദാറ്റ് ഇസ് ഈക്വൽ ടു എ ബി പ്ലസ് എ സി ആണല്ലോ. ദെയർഫോർ എ യു പ്ലസ് എ ബി എന്നാവും. അഥവാ എ യു പ്ലസ് എ ബി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ന് എഴുതി വെക്കരുതേ, നിങ്ങൾ ആ മെട്രിക്സ് മുഴുവനാക്കി എഴുതണേ. എന്ന് എഴുതി വെച്ചാൽ പോരാ, ആ മെട്രിക്സ് മുഴുവനാക്കി എഴുതണം. ദെയർഫോർ ആ മെട്രിക്സ് ഇൻറ്റു x1 x2 എക്സെട്ര xn പ്ലസ് ആ മെട്രിക്സ് ഇൻറ്റു y1 y2 എക്സെട്ര yn. ദാറ്റ് ഇസ് ഈക്വൽ ടു ഇതെങ്ങനെയാക്കി മാറ്റാം? ദാറ്റ് ഇസ് ഈക്വൽ ടു ടി എ ഓഫ് എക്സ് യു പ്ലസ് ടി എ ഓഫ് വി. ഇതേ ഈ പ്ലസ് ഉള്ള ഭാഗത്തൊക്കെ മൈനസ് ഇട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അടുത്ത റിസൾട്ടും കിട്ടും. ഓക്കെ, ഇതൊക്കെ സ്വന്തമായിട്ട് നിങ്ങൾ പ്രൂവ് ചെയ്യണം.